SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട റിവിഷൻ ഹർജികളിൽ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഉപഹർജി ഹൈക്കോടതി അനുവദിച്ചു. റിവിഷൻ ഹർജികളുടെ വാദം അടുത്ത മാസം അവസാന വാരം നടത്താൻ കോടതി തീരുമാനിച്ചു. സർക്കാരിന്റെ ആവശ്യത്തിൽ കഴമ്പുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം ലാവ്ലിൻ കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ലെന്നും കോടതി വിലയിരുത്തി. പിണറായി വിജയൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെതിരായ റിവിഷൻ ഹർജിയിലെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടുന്ന സർക്കാരിന്റെ ഉപഹർജിയാണ് കോടതി പരിഗണിച്ചത്. രാവിലെ പരിഗണിക്കാനിരുന്ന കേസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസഫ് അലിയുടെ ആവശ്യാർത്ഥം ഉച്ചയ്ക്ക് ശേഷം മാറ്റിവെക്കുകയായിരുന്നു. ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് 400 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് DGP ചൂണ്ടിക്കാട്ടി. കേസിൽ CBI സ്വീകരിച്ച നിലപാടുകളെ സർക്കാർ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാരിന്റെ ഉപഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു പിണറായി വിജയന്റെ അഭിഭാഷകനായ MK ദാമോദരന്റെ വാദം. മാത്രമല്ല, ഇത്തരത്തിലൊരു ആവശ്യമുന്നയിക്കാൻ കേസ് കേന്ദ്ര ഏജൻസിക്ക് വിട്ട സാഹചര്യത്തിൽ സർക്കാരിന് അധികാരമില്ലെന്നും പിണറായി വിജയന്റെ അഭിഭാഷകൻ വാദിച്ചു. കേസിലെ മറ്റൊരു ഹർജിക്കാരനായ KM ഷാജഹാനും സർക്കാരിന്റെ ആവശ്യത്തെ പിന്തുണച്ചു. I find some substance in the argument of the government of Kerala എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ ഈ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് കോടതിക്ക് തോന്നിയിട്ടാണ് കോടതി ഇത് പറഞ്ഞത്. കേസ് തിടുക്കത്തിൽ തീർപ്പാക്കേണ്ട സാഹചര്യമില്ല എന്ന നിലപാടെടുത്ത CBI പക്ഷേ സർക്കാരിന്റെ ആവശ്യത്തെ കാര്യമായി എതിർത്തില്ല. ലാവ്ലിൻ കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന 2 ഹർജികൾ കോടതി തീർപ്പാക്കുകയും ചെയ്തു. റിവിഷൻ ഹർജികളിൽ തീരുമാനം വന്ന ശേഷം വേണമെങ്കിൽ ഹർജിക്കാർക്ക് വീണ്ടും സമീപിക്കാമെന്നും കോടതി അറിയിച്ചു. മീഡിയ 1 കൊച്ചി. ലാവ്ലിൻ കേസിലുള്ള ഹൈക്കോടതി പരാമർശം CPM-നും പിണറായിക്കും താൽക്കാലികമായെങ്കിലും തിരിച്ചടിയാകും. അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ആയുധമാക്കുന്ന CPM-ന് എതിർ ആരോപണങ്ങളെ നേരിടേണ്ടി വരും. ലാവ്ലിൻ കേസിൽ VS എടുക്കുന്ന നിലപാട് CPM-നുള്ളിൽ നിർണായകമാണ്. ലാവ്ലിൻ കേസിൽ ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ പോയപ്പോൾ രാഷ്ട്രീയ പ്രേരിത നീക്കമെന്നായിരുന്നു പിണറായി വിജയന്റെയും CPM നേതൃത്വത്തിന്റെയും ആരോപണം. എന്നാൽ സർക്കാർ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ലാവ്ലിനിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലാവുകയാണ് പിണറായിയും പാർട്ടിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് കോടതി പരാമർശമെന്നത് തിരിച്ചടിയുടെ കനം കൂട്ടുന്നു. സോളാർ ബാർ കോഴ ആരോപണങ്ങളുയർത്തി UDF-നെതിരെ ആഞ്ഞടിക്കാനൊരുങ്ങുന്ന CPM-ന് ഇനി ലാവ്ലിനിൽ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. നവകേരള യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതിലൂടെ LDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായിയെ CPM സംസ്ഥാന നേതൃത്വം പരോക്ഷമായെങ്കിലും പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായിക്കെതിരായ ആരോപണം LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. പിണറായി വിജയന്റെ പാർലമെന്ററി രംഗത്തേക്കുള്ള പുനഃപ്രവേശത്തിന് ഒരു പതിറ്റാണ്ടുകാലം വെല്ലുവിളി തീർത്ത ആരോപണമാണ് ലാവ്ലിൻ കേസ്. CBI കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ഇതിലുള്ള തടസ്സവും നീങ്ങിയിരുന്നു. എന്നാൽ റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി വിധി എതിരായാൽ പിണറായിയുടെ പാർലമെന്ററി പ്രവേശം വീണ്ടും നീളാനാണ് സാധ്യത. ലാവ്ലിൻ കേസ് വീണ്ടും വരുമ്പോൾ ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നിലപാടും നിർണായകമാകും. നേരത്തെ പിണറായി വിജയനെതിരെ പരസ്യ നിലപാടെടുത്തിരുന്ന VS CBI കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ VS കേസിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചനാതീതമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ ആരു നയിക്കുമെന്ന തർക്കം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ. K സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം. ലാവ്ലിൻ കേസ് രാഷ്ട്രീയ പൂഴിക്കടകനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നവകേരള യാത്രയിൽ ലാവ്ലിൻ കേസ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ പ്രയോഗം പൂടിക്കഴകൻ പ്രയോഗം അതിലേർപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ലാവ്ലിൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഈ ജാഥയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട അത് ജനങ്ങൾ ചർച്ചാ വിഷയമാകാതിരിക്കണം. കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖ് പാലക്കാട് സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ. CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. മുൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് P ശശിയെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് K രാംകുമാറിനെയും ഞങ്ങൾ ടെലിഫോണിൽ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഏത് നിലക്ക് വിലയിരുത്താവുന്ന നടപടിയാണെന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? രാഷ്ട്രീയമായും നിയമപരമായും ഏതേത് സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ നടപടി? ഇന്നത്തെ കോടതി നടപടി ഞാനതിന് ഏറ്റവും പ്രധാനമായി കാണുന്നത്, നമ്മുടെ കാലത്ത് എപ്പോഴും അഴിമതി കേസുകൾ ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ളത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 60 വർഷമായി പല പല പാർട്ടികൾ ഭരിച്ചിട്ടുണ്ട്, പല പല അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഒരാൾ പോലും, ബാലകൃഷ്ണപിള്ള എന്ന ഒരാളൊഴിച്ച് ഒരു രാഷ്ട്രീയ നേതാവും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കോടതിയുടെ ചരിത്രം, കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഴിമതി ഒരാൾ വിലയിരുത്തുന്നതെങ്കിൽ ആകെ അഴിമതി ചെയ്തത് ഇടമലയാറിൽ ബാലകൃഷ്ണപിള്ള എന്നൊരാൾ മാത്രമാണ്. എങ്ങനെയാണ് അവരൊക്കെ രക്ഷപ്പെടുന്നത്?
രക്ഷപ്പെടുന്നതിന് പല കാരണങ്ങൾ, അത് രാഷ്ട്രീയ നേതാക്കൾ പല അടവുകൾ പ്രയോഗിക്കും. അതിനപ്പുറത്ത് കോടതിയുടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം വളരെ കാലം ഇത് നീണ്ടുപോകും. പലപ്പോഴും മാറി മാറി വരുന്ന ആളുകൾ ഇവർ രക്ഷിക്കാൻ ശ്രമിക്കും. ഇത് ഡിലേ ആക്കും. ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ നേതാവാണോ അല്ലയോ ജാഥ നടത്തുന്നുവോ മുഖ്യമന്ത്രിയാവുന്നുവോ എന്നതൊന്നും കോടതിക്ക് വിഷയമല്ല. സംസ്ഥാന സർക്കാരിനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോടതി അത് പരിശോധിക്കണം. ഒന്ന്, അത് പരിശോധിക്കാൻ കോടതിക്ക് ഇവിടെ വന്ന ഇരയാണ് സംസ്ഥാന സർക്കാർ, അതുകൊണ്ട് അവർക്കതിന് അവകാശമുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ കോടതി 227 സെക്ഷൻ 227 CRPC അനുസരിച്ചാണ് ഈ CBI കോടതി വെറുതെ വിട്ടത്. അത് അപൂർവത്തിൽ അപൂർവമാണ് എന്ന് അന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു അഴിമതി കേസ്, CAG റിപ്പോർട്ട്, CBIയുടെ റിപ്പോർട്ട്, ഇത് രണ്ടും വെച്ച് ഒരു കേസ് അഴിമതിയേ ഇല്ല എന്ന് പറഞ്ഞ് വിട്ടാൽ, എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്താൽ അത് അപൂർവത്തിൽ അപൂർവമാണ്. ഈ വാദമാണ് ഗവൺമെന്റ് ഉന്നയിച്ചത്. ഇത് രണ്ടും കോടതി അംഗീകരിച്ചു. ഇതിൽ ഗവൺമെന്റിന് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ UDFന് രാഷ്ട്രീയമുണ്ട്, UDF വലിയ അഴിമതിയുടെ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ശരിയാണ്. അവർ രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പായിരിക്കും പ്രയോഗിച്ചിട്ടുള്ളത്. അതെനിക്ക് വിഷയമല്ല. ഇതുകൊണ്ട് പിണറായി വിജയന് ഗുണമുണ്ടാകുമോ UDFന് ഗുണമുണ്ടാകുമോ എന്ന ചർച്ചയിലേക്ക് പോകുന്നത് ഇത് അഴിമതിക്കെതിരായ കേസാണ് എന്ന ചർച്ചയിൽ നമ്മൾ വിട്ടു നിൽക്കുകയാണ്. ഇപ്പം ഇത് CPM ചർച്ച ചെയ്യില്ല, കാരണം അവർക്ക് ചർച്ച ചെയ്യണ്ട. UDF ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവരും. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരും. അതൊക്കെ രാഷ്ട്രീയമാണ്, ജനങ്ങൾ അത് രണ്ടും കാണുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം സംസ്ഥാന സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. CPM ഡിഫൻസീവിലാവാൻ പോകുന്നത് പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രമല്ല. CPMന്റെ ഡിഫൻസ് വരാൻ പോകുന്നത് ഇതിൽ സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദമാണ് എല്ലാ കാലത്തും CPM ഉന്നയിച്ചിരുന്നത്. ലാവലിൻ്റെ ഇടപാട് സംസ്ഥാന സർക്കാരിന് ലാഭകരമായിരുന്നു എന്നാണ്. CAG റിപ്പോർട്ടിനെ അവർ പീറക്കടലാസ് ക്ലർക്കിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതല്ല എന്ന് കോടതി പ്രാഥമിക നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ CR നീലകണ്ഠൻ, താങ്കളിലേക്ക് വരാം മറ്റ് വിശദാംശങ്ങൾക്ക് വേണ്ടി. ശ്രീ T സിദ്ദിഖ്, UDF സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാക്കാനാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്നത്തെ കോടതി നടപടിയിലൂടെ ഉണ്ടായിക്കഴിഞ്ഞോ? എത്രയ്ക്ക് സന്തോഷം നൽകുന്നതാണ് സർക്കാരിനും കോൺഗ്രസിനും ഇന്നത്തെ ഈ കോടതിയുടെ നടപടി? ഒന്ന്, ഇതിൽ ഭരണ തുടർച്ചയോ അതല്ലെങ്കിൽ പിണറായി വിജയൻ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതോ പിണറായി വിജയന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനം എന്ന് പറയത്തക്ക രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് തടയിടുന്നതോ അല്ല. അതേ സന്ദർഭത്തിൽ ഇത് സത്യത്തിൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് CPIMന്റെ ഒരൊറ്റ നേതാക്കന്മാർ പോലും ലാവലിൻ ഡിബേറ്റിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ ആ ഡിബേറ്റിൽ പങ്കെടുക്കില്ല എന്ന് അവർ തീരുമാനിച്ചോടുകൂടി തന്നെ ഇതിന്റെ സംവാദാത്മകത നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഞാൻ ചോദിക്കുന്നത്, ജയലളിതയ്ക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ജയലളിതയെ കുറ്റവിമുക്തയാക്കിയിട്ടുള്ളതായ കോടതി നടപടികളുണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ ജയലളിതയെ കുറ്റവാളിയായി അന്തിമ വിധി വന്ന് ജയലളിത കൂട്ടിലടയ്ക്കപ്പെട്ടതായിരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പാളിച്ചകൾ വന്നാൽ ആ ജുഡീഷ്യറിയുടെ ഹെറാർക്കി തന്നെ അത് പരിഹരിക്കും. ഇവിടെ 2.5 കൊല്ലമായി ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഒരൊറ്റ ചോദ്യമാണ് ഇതിലെ ഏറ്റവും പ്രകടം. പിണറായി വിജയൻ ലാവലിൻ കേസിൽ വിചാരണയ്ക്ക് വിധേയനായിട്ടുണ്ടോ? പിണറായി വിജയൻ ലാവലിൻ കേസിൽ ഇതുവരെ വിചാരണയ്ക്ക് വിധേയനായിട്ടില്ല. പിണറായി വിജയൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? പിണറായി വിജയൻ സ്പീഡി ഡിസ്പോസലിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി അത് പിണറായി വിജയൻ അനുകൂലമായി കൊടുത്ത് അത് നേരെ CBI കോടതിയിലേക്ക് വിട്ടു. ഞാൻ ആ ജഡ്ജിനെ മറ്റു രീതിയിൽ വിമർശിക്കാനോ ജുഡീഷ്യറി വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. MK ദാമോദരന്റെ ജൂനിയർ ആയിരുന്നു എന്ന് അദ്ദേഹം പറയപ്പെടുന്നുണ്ട്. MK ദാമോദരൻ ആരാണെന്നുള്ളത് കേരളത്തിന് അറിയാം. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും അത്തരം കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് CBI കോടതി പോയില്ല. പിണറായി വിജയനെ മാത്രമല്ല, ഇതിലെ 1-ാം പ്രതിയെയും 2-ാം കോടതിയെയും വെറുതെ വിട്ടു. CBIയുടെ അന്വേഷണ റിപ്പോർട്ട് വളരെ കോംപ്രിഹെൻസീവാ, ഇൻ ഡീറ്റെയിലാ, അക്കമിട്ട് നിരത്തുന്നു ചാർജസ്. ആ CBI തന്നെ പറഞ്ഞു CBI കോടതിയുടെ വിധിന്യായം ശരിയല്ല, സ്വീകരിക്കാൻ ഒക്കില്ല. അവർ റിവിഷൻ പെറ്റീഷൻ കൊടുത്തു. മാത്രമല്ല നന്ദകുമാർ കൊടുത്തു. നന്ദകുമാർ കൊടുത്തതിൽ കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രതിയാണ്. 2.5 കൊല്ലമായി ആ കേസ് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായി കിടക്കുക. കാരണം എന്താ പറയുന്നത്? 2 കാരണമാണ്. ഒന്ന്, SNC ലെവലിന് നോട്ടീസ് സെർവ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലൗഡ് റണ്ടറിന് നോട്ടീസ് സെർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കേസ് അങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കാൻ പറ്റുന്ന കേസല്ല ഇത്.
ഇന്ന് കോടതിയിൽ വന്നതായിരിക്കുന്ന വാദം MK ദാമോദരൻ പിണറായി വിജയന് വേണ്ടി വാദിച്ചപ്പം പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിൽ വാദമുഖം ഉന്നയിക്കാനുള്ള ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നാ പറഞ്ഞത്. മറ്റുള്ള ഒരു കാര്യമല്ല, കേസിൽ അഴിമതി നടന്നോ നടന്നില്ലേ എന്നുള്ളതല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള റൈറ്റ് ഇല്ല. ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലന്മാർ, DGP, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പറഞ്ഞു ഗവൺമെന്റിന് നഷ്ടമുണ്ടായ കേസാണിത്, ഗവൺമെന്റ് ജനങ്ങൾക്ക് നഷ്ടമുണ്ടായ കേസാണിത്, പിണറായി വിജയന്റെ രാഷ്ട്രീയമോ മറ്റുള്ളതോ പ്രശ്നമല്ല. ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ സജീവൻ, ഏത് നിലക്ക് രാഷ്ട്രീയമായി പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോഴത്തെ കോടതിയുടെ നടപടി? ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ലാവ്ലിൻ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്തുള്ളത്രക്ക് പ്രഹരശേഷി ഈ രണ്ടാം വരവിൽ ലാവ്ലിന് ഉണ്ടാകുമോ? പിണറായി വിജയനെ ഏതെങ്കിലും നിലക്ക് രാഷ്ട്രീയമായി ബ്ലോക്ക് ചെയ്യാൻ മാത്രം ശക്തമായിരിക്കുമോ ഇപ്പോഴത്തെ ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? രണ്ട് രീതിയിലാണ് ഇന്ന് കാണേണ്ടത്. ഒന്ന്, നിയമത്തിൻ്റെ രീതി വെച്ച് നോക്കിയാൽ ഒരു സാധാരണ കേസ്, ആ കേസ് ഇപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയനെ ശിക്ഷിക്കാം, പിണറായി വിജയൻ പ്രതിയാണെന്ന് കണ്ടെത്താം, ഇങ്ങനെ അതൊക്കെ ആ കേസിൻ്റെ സ്വാഭാവികമായ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പിണറായി വിജയൻ ജാഥ നയിക്കുന്നുവോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുമോ, ഇതിന് രാഷ്ട്രീയമുണ്ടോ, സർക്കാരിന് പ്രത്യേക താല്പര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും കോടതി നോക്കില്ല. അത് ഒരു വ്യക്തമായ ഒരു കാരണം തന്നെയാണ്. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഫയലിൽ സർക്കാർ നൽകിയിട്ടുള്ള ഈ ഉപഹർജി ഫയലിൽ സ്വീകരിക്കാമോ അല്ലയോ എന്നുള്ളതാണ് കോടതി നോക്കേണ്ടത്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളുമാണ്. അത് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ അഭിഭാഷകനും സർക്കാരിൻ്റെ അഭിഭാഷകനും CBIയുടെ അഭിഭാഷകനും ഒക്കെ അവർക്ക് നിരത്താനുള്ള വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തി അതിൽ കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത് നിയമപരമായിട്ടുള്ള പരിഗണന. രണ്ടാമത്തെ കാര്യം, ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോടതിയുടെ ഈ തീരുമാനം വരുന്നത് കൊണ്ട് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായിട്ട് കാര്യമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഥകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സുധീരന്റെ കഴിഞ്ഞു, ഇപ്പൊ ഇന്ന് പിണറായി വിജയന്റെ തുടങ്ങി. ഒരു നിമിഷം സജീവൻ, ഞാൻ താങ്കളിലേക്ക് രാഷ്ട്രീയ വിഷയം വിശദീകരിക്കുന്നതിനായി ഒന്നുകൂടെ വരാം. ഇപ്പോൾ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് K. രാംകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. CPMന്റെ നേതാക്കൾ നേരത്തെ ശ്രീ T. സിദ്ദിഖ് സൂചിപ്പിച്ചതിൽ നിന്നുള്ളതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയില്ല. ലാവ്ലിൻ കേസ് ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതിയല്ല എന്ന നിലക്കുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരാരും സ്വാഭാവികമായും ഈ ചർച്ചയിലില്ല. അഡ്വക്കേറ്റ് രാംകുമാർ, താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ കേസിലെ കോടതി നടപടിയെ കാണുന്നത്? ഞാൻ വാസ്തവത്തിൽ വളരെ അത്ഭുതപ്പെട്ടു പോയി. സർക്കാർ കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് നിയമവിരുദ്ധമായി കോടതിയെ ഇടപെടുകയാണ്. ഹൈക്കോടതിയുടെ സേവനം വാടകയ്ക്കെടുക്കുകയാണ് സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തതെന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. അതിന് കാരണമുണ്ട്. ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട്? കേരളം മുഴുവൻ ശ്രദ്ധിച്ച കണിച്ചകുളങ്ങര കേസിന്റെ അപ്പീല് വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇന്ന് വരെ കേട്ടിട്ടില്ല. അതേപോലെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന് നരകിക്കുന്ന 100,000 ആളുകളുടെ അപ്പീലുകൾ ഹൈക്കോടതിയിൽ കേൾക്കുന്നുണ്ട്. ഈ കേസുകളൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു ഡിവിഷൻ ബെഞ്ച് അടുത്ത കാലത്ത് വിലപിച്ചതാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഹൈക്കോടതിയില് ഏത് കേസുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ഹൈക്കോടതി നിർമ്മിച്ച നിയമത്തിലെ 94-ാം ചട്ടമനുസരിച്ച് ഇതുപോലത്തെ ഒരു കേസിന് മുൻഗണന കൊടുക്കാൻ പാടില്ല. കാരണം അതിൽ നിരത്തിയിരിക്കുന്ന വസ്തുക്കളിലൊന്നും ഈ കേസ് പെടുന്നില്ല. പക്ഷെ ഇതാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഹൈക്കോടതി രജിസ്ട്രിക്ക് ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. സർക്കാർ കക്ഷിയല്ലാത്ത ഒരു റിവിഷൻ ഹർജിയില് വേഗം കേൾക്കണം, മുൻഗണന കിട്ടണം എന്ന് പറഞ്ഞ് കേരള സർക്കാർ കൊടുത്തൊരു ഹർജി നിയമപ്രകാരം നിലനിൽക്കുന്നതാണോ, അതിന് നമ്പർ ഇടേണ്ടതാണോ എന്ന് പരിശോധിക്കേണ്ടത് നിയമപരിജ്ഞാനമുള്ള ഹൈക്കോടതിയുടെ രജിസ്ട്രിയാണ്. അവർ അക്കാര്യത്തിൽ വൈമുഖ്യം കാണിച്ചു, കർത്തവ്യ ലഗ്നം കാണിച്ചു. ചുരുക്കത്തില് കേട്ട ജഡ്ജിയെങ്കിലും ഇങ്ങനെ ഒരു റൂൾ ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? റൂൾ 94 അനുസരിച്ച് ഹൈക്കോടതി നിർമ്മിച്ച ചട്ടം ഹൈക്കോടതി ജഡ്ജിമാര് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ചട്ടത്തില് ഇതുപോലെ മുൻഗണനാക്രമം പറയുന്നില്ല. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു സംശയം കൂടെ അതിന് അകത്ത്. ഈ ഇങ്ങനെ ഒരു കേസുണ്ട്, ഇത് റിവിഷൻ ഹർജി കൊടുത്തിട്ടുണ്ട്,
2.5 കൊല്ലത്തിന് ശേഷമായും ഇത്രയും കാലം അത് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് CBIയുടെ റിവിഷൻ ഹർജി പരിഗണിക്കണമെന്ന് സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ കേസാണെന്ന് പറയുന്നു. വളരെ പെട്ടെന്നൊന്നും പരിഗണിക്കാനാവുകയില്ല. ഫെബ്രുവരി 3-ാം വാരത്തിലേക്ക് നമുക്ക് പരിഗണനയ്ക്കെടുക്കാം എന്ന് കോടതി പറയുന്നതിന്റെ സ്വാഭാവികമായ വഴിയല്ലേ? എന്ന് വെച്ചാൽ ഇത്രയും കാലം നീണ്ടിട്ടുണ്ട്, സർക്കാരിന് ഖജനാവിന് ഉണ്ടായ നഷ്ടം കൂടുകയാണ് ചെയ്യുക, ഇനിയും നീണ്ടുപോയാലെന്ന് സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അതിൽ എടുക്കേണ്ട സ്വാഭാവികമായ നടപടി കോടതി എടുത്തു എന്നല്ലേ കാണാൻ പറ്റുക? എന്നല്ല കാരണം 38 ജഡ്ജിമാരുള്ള കേരള ഹൈക്കോടതിയിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ അപ്പീല് കേൾക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വിലപിക്കുന്ന ഒരു കോടതി സർക്കാർ 2.5 കൊല്ലം കഴിഞ്ഞ് കക്ഷിയല്ലാത്തൊരു കേസിൽ ഹർജി കൊടുക്കുമ്പോൾ അതിന് മുൻഗണന കൊടുക്കുന്നതിൽ എന്ത് നീതിയുള്ളത്? ജയിലിൽ കിടക്കുന്നവർക്ക് സ്വാധീനമില്ല, അവർക്ക് അഡ്വക്കേറ്റ് ജനറലിന്റെ ഡയറക്ടർ ജനറലുടെ സേവനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പാവങ്ങളാണ്. ഹൈക്കോടതി മാത്രമേ അവർക്ക് തുണയുള്ളൂ. അവരെ തുണയ്ക്കുന്നതിന് പകരം ഈ പ്രത്യേക നവകേരള യാത്രയുടെ പശ്ചാത്തലത്തിൽ 2.5 കൊല്ലം കഴിഞ്ഞ് ഒരു പ്രത്യേക സമയം തെരഞ്ഞെടുത്ത് സർക്കാർ കൊടുക്കുമ്പോൾ അതിൽ ഉത്തമ വിശ്വാസമില്ല എന്ന് സംശയിക്കാൻ ഏത് ജഡ്ജിക്കും ബാധ്യതയില്ലേ? രാഷ്ട്രീയം വിടും, രാഷ്ട്രീയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുത്താൻ പാടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ജഡ്ജിയും രാഷ്ട്രീയ പരിഗണന വെച്ച് ഒരു കേസും തീരുമാനിക്കാൻ പാടില്ല. പക്ഷെ ഹൈക്കോടതി ഉണ്ടാക്കിയ ഒരു നിയമം ലംഘിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു ഹർജി നിങ്ങൾ ഏത് നിയമം അനുസരിച്ചാണ് ഈ ഹർജി കൊടുക്കുന്നതെന്ന് ചോദിക്കാനുള്ള ബാധ്യത കേൾക്കുന്ന ജഡ്ജിക്കില്ലേ? തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ വാദം. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് രാംകുമാർ. അല്പസമയം കൂടെ താങ്കൾ ടെലിഫോണിൽ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് പി ശശി, മുൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, നിയമവിദഗ്ധൻ, അദ്ദേഹം ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് പി ശശി, താങ്കൾ എങ്ങനെ കാണുന്നു? ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ നിയമപരമായി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് പിണറായി വിജയന് ഈ കേസ്. അതിന്റെ 2ാം വരവ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ നിയമപരമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുകയില്ലേ? ഈ സംഭവം ഒരു സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തെ നിയമവിരുദ്ധമായി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വിനിയോഗിക്കാമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ വിഷയം സംസ്ഥാന സർക്കാരിന് ഇതിൽ എന്താ താല്പര്യം? സംസ്ഥാന സർക്കാരിന് വല്ല നഷ്ടവും ഉണ്ടായി എന്ന് സംസ്ഥാന സർക്കാർ എവിടെയെങ്കിലും രേഖാമൂലം പറഞ്ഞിട്ടുണ്ടോ? 2014 ഫെബ്രുവരി മാസം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞു, ഇവിടെ ഈ ലാവലിൻ ഇഷ്യൂ സംബന്ധിച്ച് 3 പദ്ധതികളുടെ നവീകരണത്തിന് വേണ്ടി കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോ ഇലക്ട്രിസിറ്റി ബോർഡിനോ യാതൊരു നഷ്ടവുമില്ല. 2014 ഫെബ്രുവരി മാസത്തിന് ശേഷം വല്ല നഷ്ടവും വന്നു എന്നാണോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇപ്പോൾ കണ്ടെത്തുന്നത്? 2014 ഫെബ്രുവരി മാസം ഹൈക്കോടതിയിൽ യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസിനകത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതാ ഞങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2014 ശേഷം നഷ്ടമുണ്ടാവണമല്ലോ. അപ്പോ ഇതിനകത്ത് ഇല്ലാത്തൊരു കഥ കെട്ടിച്ചമക്കുക. നമ്മൾ കാണേണ്ടത് CBI തന്നെ അവരുടെ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് CBI കോടതി നിരാകരിച്ചിരിക്കുന്ന കുറ്റപത്രം അതിനകത്ത് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ വ്യക്തിപരമായ താല്പര്യങ്ങളും ആർക്കും ഉണ്ടായിട്ടില്ല. ആരും ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടമോ ചതിയോ വഞ്ചനയോ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞൊരു കേസ് വിചാരണ പോലും അർഹിക്കാത്തതാണ്. അതിനകത്ത് ഉയർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഒന്നുപോലും സാധൂകരിക്കത്തക്ക രീതിയിൽ കുറ്റപത്രത്തിനകത്ത് അന്വേഷണ ഏജൻസിക്ക് യാതൊന്നും കോടതി മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാണ് കോടതി തള്ളിയത്. ആ കേസിന്റെ മേലെ കേരള സർക്കാർ ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിന് നഷ്ടം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രിമാർ നടത്തിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ശശി, താങ്കളിലേക്ക് തിരിച്ചു വരാം. മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം ശ്രീ ടി സിദ്ദിഖ്, 2 വിഷയങ്ങൾ താങ്കൾക്ക് മുന്നിലുണ്ട്. ഒന്ന്, അഡ്വക്കേറ്റ് പി ശശി ചൂണ്ടിക്കാണിക്കുന്ന കേസിനകത്ത് തന്നെ കാര്യമില്ല എന്ന വാദം. ആദ്യത്തേത് താങ്കൾ ആദ്യം മറുപടി നൽകേണ്ടത് അഡ്വക്കേറ്റ് രാംകുമാർ, മുതിർന്ന നിയമവിദഗ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കോടതിയുടെ സഹായത്തോടുകൂടി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം എന്ന നിലക്ക് മാത്രമേ ഇതിനെ കണ്ടാൽ മതി എന്ന അർത്ഥത്തിലുള്ള അദ്ദേഹത്തിന്റെ വാദം. ഇത് ഈ പരാമർശം നടത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബഹുമാന്യനായ രാംകുമാർ വക്കീല് കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തിയോടും അദ്ദേഹത്തിന്റെ ലീഗൽ സാങ്ക്ടിറ്റിയെയും ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല.
പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് പാമോലിംഗ് കേസാണെങ്കിലും അത് സോളാർ കേസാണെങ്കിലും അത് ബാർ കേസാണെങ്കിലും ഒരു ചെറിയ പരാമർശമുണ്ടെങ്കിൽ അവിടെ രാംകുമാർ വക്കീൽ വന്നുകൊണ്ട് പറയും കോടതിയുടെ പരാമർശം അതീവ കഠിനമാണ്, ഗൗരവതരമാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന രാംകുമാർ വക്കീല് ജേക്കബ് തോമസിനെതിരായിട്ടുള്ള പരാമർശം വന്നപ്പോൾ പറഞ്ഞ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അതിര് കടന്നതാണ്. ഇവിടെ വന്നുകൊണ്ട് പറയുന്നു ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള സമീപനം അതിര് കടന്നതാണ്, കുഴപ്പമുണ്ടാക്കുന്നതാണ്, അതൊരിക്കലും ഹൈക്കോടതി പരിഗണനക്കെടുക്കേണ്ട വിഷയമല്ല. ഇത് അദ്ദേഹം കഴിഞ്ഞ 4.5 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പൊതു സമീപനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ രാംകുമാർ, താങ്കളുടെ പക്ഷപാതിത്വമാണ് ആ വാദത്തിലൂടെ വെളിയിൽ വന്നതെന്നാണ് ടി സിദ്ദിഖിന്റെ വാദം. ഞാൻ സിദ്ദിഖിനൊന്ന് ബഹുമാനപൂർവ്വം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോ UDF അനുകൂലമായി പറഞ്ഞപ്പോ CPM പ്രമുഖ നേതാവ് ആനത്തലവട്ടം ആനന്ദം പറഞ്ഞത് ഞാൻ UDF-കാരനാണെന്ന്. ഇപ്പൊ സിദ്ദിഖിന്റെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടുമ്പോ എന്റെ നിഷ്പക്ഷതയെ പറ്റി പ്രേക്ഷകർക്ക് ഇനി വല്ല സംശയം ഉണ്ടാവും. സിദ്ദിഖിന് ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് സിദ്ദിഖ്. അതിപ്പോ കോൺഗ്രസുകാരുടെ സ്വഭാവമാണ്. കാരണം അവര് ഗതികെട്ടിട്ട് വാദങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തപ്പോ വാദം ഉന്നയിച്ച ആളുകളെ കയറി ആക്രമിക്കണം. അത് ദയവീത് സിദ്ദിഖിനുള്ള മറുപടി എന്റെ വിനീതാഭിപ്രായത്തിൽ അർഹിക്കുന്നില്ല. അഡ്വക്കേറ്റ് രാംകുമാർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി സിദ്ദിഖ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. എന്തുകൊണ്ടാണ് കെട്ടിക്കിടക്കുന്ന കേസുകൾ ഉണ്ടായിരിക്കെ ഇവിടെ അമിതമായ താല്പര്യം വന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഞാൻ വാദങ്ങളിലേക്ക് വരികയാണ്. രാംകുമാർ വക്കീല് പറഞ്ഞിരിക്കുന്ന വാദങ്ങളിലേക്ക് വളരെ കൃത്യമായി വരാനിരിക്കുകയാണ്. ഒന്ന്, ആനത്തലവട്ടം പറഞ്ഞോ ഇല്ലെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടറിയാം. കഴിഞ്ഞ വർഷങ്ങളായി രാംകുമാർ വക്കീല് ഓരോ കേസിലും ഗവൺമെന്റിനെതിരായി സംസാരിക്കുന്നതും ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിക്കുന്നതും വളരെ കൃത്യമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഡസൻ കണക്കിന് ചർച്ചയിൽ ഞാൻ തന്നെ പങ്കാളിയായിട്ടുണ്ട്. 1ഉം 2ഉം കേസല്ല, ഡസൻ കണക്കിന് കേസിന് രാംകുമാർ വക്കീൽ വന്നുകൊണ്ട് പറയുന്നത് ഇതേ ന്യായങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയല്ല, അദ്ദേഹത്തിന്റെ പക്ഷപാതിത്വം ഇതാണെന്ന് പറയുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കാം ശ്രീ ടി സിദ്ദിഖ്, ഞാൻ ചോദിക്കാം, അതിന് മറുപടി കിട്ടിയാലായിരിക്കും ഭംഗിയാവുക. ശ്രീ അഡ്വക്കേറ്റ് പി ശശി ചൂണ്ടിക്കാണിച്ചത് 2006 വിജിലൻസ് ഇത് CBIക്ക് കൈമാറേണ്ടതില്ല ഈ കേസ് എന്ന് പറഞ്ഞു. അത്രക്ക് ഗൗരവമേ ഉള്ളൂ, വിജിലൻസ് അന്വേഷിക്കുന്നത് വൃത്തിയായി എന്ന് പറഞ്ഞു. ഇതിൽ പിണറായി വിജയൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് CBI പറഞ്ഞു. സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് വിജിലൻസ് പറഞ്ഞു. എന്നിട്ട് ഈ ജുഡീഷ്യൽ പ്രോസസ്സ്, മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള ചർച്ച, ഇതൊക്കെ നടന്നതിന് ശേഷം CBI കോടതി വിധി പ്രഖ്യാപിച്ചു. എന്താണ് വിധി? നിയമത്തിന്റെ തരിമ്പെങ്കിലും തലക്കകത്തുള്ളയാൾക്ക് ഇത്തരമൊരു കേസുമായി മുന്നോട്ട് വരാനാവുകയില്ല എന്ന്. ഇംഗ്ലീഷ് വേർഡിങ്സ് അതിനകത്തുണ്ട്, താങ്കൾ കൂടെ വായിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ച കേസിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കെ ഈ ആരോപണ വിധേയനായ പിണറായി വിജയൻ ഒരു ജാഥ നടത്താൻ ഉള്ള അതേ ദിവസം, അതിന് തൊട്ടു മുമ്പുള്ള ദിവസം നിങ്ങൾ രാഷ്ട്രീയമായി മുന്നോട്ടിറങ്ങി ഇങ്ങനെ ഒരു സാധനവുമായി മുന്നോട്ട് പോകുന്നു. പൊതുജനം ഈ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ വിജിലൻസിന്റെയും CBIയുടെയും അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോയൊരു സാധനത്തെ മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനായാണ് നിങ്ങൾ ചെയ്തത് എന്ന് ജനം സംശയിക്കുകയില്ലേ? അഡ്വക്കേറ്റ് രാംകുമാർ അടക്കമുള്ള ആളുകളുടെ വാദങ്ങൾ അതോടൊപ്പം ചേർന്ന് നിന്ന് ജനം കാണുകയില്ലേ? അഡ്വക്കേറ്റ് ശ്രീ ടി സിദ്ദിഖ്. രാംകുമാർ വക്കീല് ഇതേ വാചകം സനീഷ് പറഞ്ഞ വാചകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് മറുപടി പറയാം. ഒന്ന്, ഇതിന് സർക്കാരിന് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതായിരുന്നു ഇന്ന് കോടതിയിൽ വന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഞാൻ രാംകുമാർ വക്കീൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്. സർക്കാരിന് ഈ കേസിൽ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. സർക്കാരിന് ഈ കേസിൽ ഒരു കാര്യവും പറയാൻ പറ്റില്ല. നേരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അടക്കമുള്ള സർക്കാരിന്റെ വക്കീലന്മാർ പറഞ്ഞത് നഷ്ടമുണ്ടായത് സ്റ്റേറ്റ് എക്സ്ചക്കറിനാണ്, നഷ്ടമുണ്ടായത് സംസ്ഥാന ഖജനാവിനാണ്, നഷ്ടമുണ്ടായത് ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ CBIയുടെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് വളരെ കൃത്യമാണ്. ഇതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് കടക്കാനോ പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് കടക്കാനോ CBI കോടതി ശ്രമിച്ചിട്ടില്ല. ചുളുവഴികളിലൂടെ CBI കോടതി ശ്രമിക്കാത്തതിന് ഒരു കാരണം കൂടെ ഉണ്ട് ശ്രീ ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തന്നെ സത്യവാങ്മൂലം. എന്താണ് സത്യവാങ്മൂലം? ഇതിനകത്ത് സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നൊരു സത്യവാങ്മൂലവും കൂടെ അവിടെ ഉണ്ടല്ലോ. ഇപ്പോഴെങ്ങനെയാണ് അന്നില്ലാതിരുന്ന നഷ്ടം ഇന്നുണ്ടായി എന്ന് പറയുന്നത്? എങ്ങനെയാണ്? അന്ന് നിങ്ങളുടെ സർക്കാർ കള്ളം പറഞ്ഞതായിരുന്നോ പിണറായി വിജയൻ രക്ഷപ്പെടുത്താൻ? സനീഷ, ഞാനതിന് മറുപടി പറയുന്നതിനിടയ്ക്ക് കേരള ഞാനതൊരു ഒരു ഇഷ്യൂ ഒന്ന് പൂർത്തീകരിക്കട്ടെ. രാംകുമാർ വക്കീലിന് മറുപടി കൊടുക്കണമല്ലോ. അവിടെ ഈ 2 വാദമുഖങ്ങളും വന്നു. രാംകുമാർ വക്കീൽ പറഞ്ഞ വാദവും വന്നു, മറുവാദവും വന്നു.
കൃത്യമായിട്ടുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറഞ്ഞത് ജാഥ നടത്തുക, മുഖ്യമന്ത്രിയാകുക, നിങ്ങൾ നേതാക്കന്മാരാകുക, രാഷ്ട്രീയം ഇതൊന്നും കോടതിയുടെ മുമ്പിൽ വിഷയമല്ല. കോടതിയുടെ മുമ്പിൽ ഇത് ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ള പരാമർശം വന്നു. കോടതി എന്താ, കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെന്താ തലയിൽ വെളിപാടില്ലാത്ത ആളുകളാണോ? ജുഡീഷ്യൽ പ്രോസസ്സിൽ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാര് ഇത് നിയമം അറിയാത്തതായ ആളുകളാണോ? പുറത്തു നിന്ന് സംസാരിക്കുന്ന രാംകുമാർ വക്കീലിന് മാത്രമേ ഇത് നിയമപരമായ കാര്യങ്ങൾ അറിയുള്ളൂ എന്നാണോ? ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? വിടുതൽ ഹർജി കൊടുത്തു, അല്ലെ? സ്പീഡാക്കാനുള്ള ഹർജി കൊടുത്തു. അത് ഹൈക്കോടതി താഴോട്ട് കൊടുത്തു. എങ്ങനെയാണ്, ഏത് കോടതിയിലാണ് വന്നത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഏതായിരുന്നു ആ ജഡ്ജി എന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ പരാമർശ വിഷയത്തിലേക്ക് പോകുന്നില്ല. അത് മറ്റൊരു കോൺട്രവേഴ്സി ആയിട്ട് പോകണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ CBI കോടതി നടത്തിയ നിരീക്ഷണം, ജഡ്ജ്മെന്റ് തെറ്റാണെന്ന് CBI തന്നെ പറയുന്നു. അതാണല്ലോ CBI റിവിഷൻ പെറ്റീഷൻ കൊടുത്തത്. CBI തന്നെ പറയുന്നു ഈ CBI കോടതിയുടെ ജഡ്ജ്മെന്റ് അട്ടർ തെറ്റാണ്, അടിമുടി തെറ്റാണ്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, പിണറായി വിജയൻ ഈ കേസിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഏക ചോദ്യം അതാ. ഹൈക്കോടതിയിലോ CBI കോടതിയിലോ ഏതെങ്കിലും കോടതിയിൽ പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും വളരെ സാങ്കത്യമുള്ള ചോദ്യമാണത്. അഡ്വക്കേറ്റ് രാംകുമാർ, അഴിമതി കേസിൽ വിചാരണ ചെയ്യപ്പെടുക എന്നത്, എന്നിട്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒഴിവായി പോവുക, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക എന്നത് നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനമുള്ള ആളുകളെല്ലാം സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ. ഇവിടെ വിചാരണയെ നടന്നിട്ടില്ല. അതുകൊണ്ട് ആ നീതിന്യായ വഴിയിലൂടെ കൃത്യമായി പോവുക എന്ന പ്രോസസ്സിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. വൈകിയാലും രാഷ്ട്രീയമായ കാരണങ്ങൾ അതിന് ഉണ്ടെങ്കിൽ പോലും അത് ആ നിലക്ക് ന്യായീകരിക്കാവുന്നതല്ലേ? അങ്ങനെയല്ല. ഇവിടെ സംസ്ഥാന ഗവൺമെന്റാണ് ആദ്യം ഇത് ആരംഭിച്ചത്, കേസ് ചാർജ് ചെയ്തത്. സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു പ്രോസിക്യൂട്ടിംഗ് ഏജൻസി. സംസ്ഥാന ഗവൺമെന്റ് ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞ് ക്രൈം നന്ദകുമാർ ഹർജി കൊടുത്ത് സിദ്ദിഖിന്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഞാനാണ് ആ കേസിൽ പിണറായി വിജയന് എതിരായിട്ട് ഹാജരായത്. അദ്ദേഹം എന്നെ LDF ചിത്രീകരിച്ചോട്ടെ, അദ്ദേഹത്തിന് അതുകൊണ്ട് മനസ്സമാധാന ആശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഹർജിയിൽ ജസ്റ്റിസ് VK ബാലിയുടെ വിധി മൂലമാണ് CBI ഏറ്റെടുത്തത്. ആ VK ബാലിയെ സുപ്രീം കോടതിയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് CPMന്റെ VS അച്യുതാനന്ദനാണ്, ഞാനല്ല. ആ വിധി പ്രകാരം CBI കോടതിയിൽ ചാർജ് കൊടുത്തപ്പോൾ CBI പറഞ്ഞു, CBI കോടതി പറഞ്ഞു ഇത് വിചാരണ പോലും മറിയിക്കാനുള്ള ചാർജ് ഇല്ല. ആരാ ചാർജ് കൊടുത്തത്? കേരള പോലീസാണ്. അപ്പോ അങ്ങനെ CBI കോടതി പറഞ്ഞതില് കേരള ഗവൺമെന്റിന് എതിർപ്പോ അതിനെ സംബന്ധിച്ച് അതൃപ്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോടതിയുടെ അനുമതിയോടുകൂടി റിവിഷൻ ഹർജിക്ക് ഗവൺമെന്റ് കൊടുത്തില്ല? CBI കൊടുത്തല്ലോ. CBIയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ചാർജ് പോലും തെളിയിക്കാൻ പറ്റാത്ത, വിചാരണ പോലും അറിയിക്കാത്ത വിധിയാണ് എന്ന് പറഞ്ഞതിനെതിരായിട്ട് CBI റിവിഷൻ ഹർജി കൊടുത്തപ്പോൾ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് കൊടുത്തില്ല? ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് രാംകുമാർ, സമയക്കുറവുകൊണ്ടാണ്. ഞാൻ ശ്രീ ടി സിദ്ദിഖ് താങ്കൾക്ക് വിശദീകരണം നൽകാനുള്ള സമയം തീർച്ചയായും നൽകും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്കും വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇതിപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ നേരത്തെ അഡ്വക്കേറ്റ് P ശശി പറഞ്ഞത് പ്രകാരമുള്ള ഈ കേസിന്റെ മെറിറ്റിലേക്ക്, ഈ കഴിഞ്ഞ കാലത്ത് ലാവ്ലിൻ കേസ് ചർച്ചയായ കാലത്തെല്ലാം പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ ഈ കേസിന്റെ മെറിറ്റിലേക്കൊന്നും വലിയ തോതിൽ പോയിട്ടില്ല, മാധ്യമങ്ങൾക്കകത്തെങ്കിലും. 1995 ഒക്ടോബർ 10 AK ആന്റണി മുഖ്യമന്ത്രിയും G കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയുമായിരിക്കെ ഒപ്പിട്ട കരാറാണല്ലോ ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ആ കരാറിൽ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സംഗതി, അതിനകത്ത് ഇത്ര വലിയ രാഷ്ട്രീയ വിഷയമായി കേസ് മാറുന്നു. പിണറായി വിജയനാണ് ആരോപണ പക്ഷത്തുള്ളത്. G കാർത്തികേയൻ ഒരു കാലത്ത് പോലും പിണറായി വിജയനെ കുറ്റപ്പെടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. AK ആന്റണിയും പറഞ്ഞതായി നമ്മുടെ ശ്രദ്ധയിൽ ഇതും പെട്ടിട്ടില്ല. 2006 അന്നത്തെ വിജിലൻസ് ഇതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല, സംസ്ഥാന സർക്കാരിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. CBI പിണറായി വിജയൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല വ്യക്തിപരമായി എന്ന് പറഞ്ഞു തന്നെയാണ് കോടതിക്കകത്ത് പോയത്. കോടതിയാണെങ്കിൽ അതിരൂക്ഷമായ പരാമർശങ്ങളോടെ എ പേഴ്സൺ ഹാവിംഗ് എ മോഡിക്കം ഓഫ് ലോ ഇൻ ഹിസ് ക്രൈനിയം കനോട്ട് അക്സെപ്റ്റ് സച്ച് എൻ അബ്സേർഡ് പ്രൊപ്പോസിഷൻ എന്നതടക്കമുള്ള നിയമത്തെപ്പറ്റി തരിമ്പെങ്കിലും വെളിവുള്ള ആളുകൾ ഇത്തരം കേസുമായി വിചാരണക്ക് പോകാനാവുകയില്ല എന്നെഴുതിയ സമാപിപ്പിച്ച, കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്തൊരു കേസാണല്ലോ വീണ്ടും വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ അനന്തകാലത്തോളം ഇങ്ങനെ കോടതി നടപടികളിലൂടെ കറങ്ങിപ്പോകുന്നത് തന്നെയാണോ
സംസ്ഥാനത്തുള്ള അഴിമതി വിരുദ്ധമായ മനസ്സുള്ള ആളുകൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യം? തീർച്ചയായും അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ താങ്കൾ ചോദിച്ച ചോദ്യം അതിൽ വളരെ വളരെ നേരത്തെ ശ്രീ പി ശശി, അഡ്വക്കേറ്റ് പി ശശി പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ മെറിറ്റിലേക്ക് വേണ്ടത്ര പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം ഈ 95-ൽ ആരംഭിച്ച ഒരു കരാറ് അത് 98-ൽ 97, 98, 99 കാലത്ത് അത് സപ്ലൈ കരാറാവുകയും അതിൻ്റെ പിന്നിൽ നടന്ന ഇടപാടുകളെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ നമ്മൾ വലിയൊരു കഥാപാത്രത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ CAG എന്ന് പറയുന്നൊരു കഥാപാത്രം, CNDG ആണ് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി എന്ന് പറയുന്നത്. CNDG തലയ്ക്ക് വെളിവില്ലാത്ത ഏജൻസിയാണെങ്കിൽ 2G സ്പെക്ട്രവും കോൾഗേറ്റും അടക്കമുള്ള ഒരഴിമതിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. CNDG കൃത്യമായി അവരൊരു കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. അന്ന് CPM-ന്റെ നേതാക്കൾ പറഞ്ഞത് CNDG എന്ന് പറഞ്ഞാൽ വെറും കണക്കപ്പിള്ളമാരാണ് എന്ന് ഇതുപോലെയുള്ള ചാനലുകളിൽ പറഞ്ഞ ആളുകൾ എനിക്കറിയാം. ഞങ്ങൾ അന്നും പറഞ്ഞത് CNDG, എന്നെ പോലുള്ള ആളുകൾ, ഇത് പഠിക്കാൻ ശ്രമിച്ച ആളുകൾ, CNDG-യുടെ റിപ്പോർട്ടിൽ കഴമ്പുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ നടപടിക്രമങ്ങൾ പോയി. നേരത്തെ ശശി പറഞ്ഞു ഇതിൽ കേസില്ല. 120A എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 120AB എന്നൊക്കെ പറഞ്ഞാൽ എന്നേക്കാൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഗൂഢാലോചനയടക്കം സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായതടക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നത് അത് ഈ കേസിൻ്റെ മെറിറ്റിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും കേസിൽ രാജ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രൊസീജറൽ എറർ ഇതിലുണ്ടായിട്ടുണ്ടോ, ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ക്യാബിനറ്റിൽ നിന്ന് പലതും മറച്ചു വെച്ചിട്ടുണ്ടോ തുടങ്ങിയ നിരവധി, ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സമയവുമില്ല. ശ്രീ CR നീലകണ്ഠൻ, ഒരു സംശയം. അങ്ങനെയെങ്കിൽ പിണറായി വിജയനെ പോലെ തന്നെ G കാർത്തികേയനും AK ആന്റണിയും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടതല്ലേ? അവരെന്തുകൊണ്ടും മറുപടി പറയേണ്ടുന്ന ആളുകളായി ഒരു ഭാഗത്തും വരുന്നില്ല? അതിന് ഒരു പ്രധാന കാരണം അത് ഞാൻ പറയാം. ഒന്ന്, കൺസൾട്ടൻസി കരാറ് മാത്രമാണ് കാർത്തികേയൻ്റെ കാലത്ത് ഒപ്പുവെച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാർത്തികേയൻ്റെ രാഷ്ട്രീയത്തോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ അന്നും ഇന്നും. കാർത്തികേയൻ ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലടക്കം എഴുതിയിട്ടുള്ളത്. പക്ഷേ കാർത്തികേയൻ്റെ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായൊരു കാര്യം, കാർത്തികേയൻ പിന്നെ അത് തുടർന്നില്ല. കാരണം ഒരു കൺസൾട്ടൻസി കരാർ ഒപ്പുവെച്ചാൽ മന്ത്രിസഭ പോയി. ആ കരാറിന് വാലിഡിറ്റി നൽകുന്നത്, ആ കരാർ തന്നെ വായിച്ചാൽ അറിയാം, EDC വായ്പ വരുമ്പോൾ മാത്രമാണ് കരാർ വായ്പ. ആ വായ്പ വരണമെങ്കിൽ സപ്ലൈ കരാർ ഒപ്പിടണം. അത്തരം ചർച്ചകളിലേക്ക് പോകാനുള്ള സമയം തീർച്ചയായും നമുക്കില്ല. പക്ഷേ ശ്രീ T. സിദ്ദിഖ്, ഈ കേസ് അങ്ങനെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ കാർത്തികേയനും AK ആന്റണിയും അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും. ഉമ്മൻചാണ്ടി അത്തരം രാഷ്ട്രീയ കളികളുടെ കൂടെ ഭാഗത്തുള്ള ഒരാളാണ് എന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ള ആളുകൾ ഉന്നയിക്കുന്നു. ഇന്നലെ തന്നെ പിണറായി വിജയൻ ഇത് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് കൂടെ വെച്ച തന്ത്രമാണല്ലോ എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള നമ്മൾ കാണാത്ത അതിവിശാലമായ രാഷ്ട്രീയ സാഹചര്യം ഇതിന് പിന്നിലുണ്ടോ? ഇതിൽ വളരെ നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതും ഇപ്പോ ഈ ചർച്ചയിൽ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളും ഇതിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന്, കാർത്തികേയനും AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ കാർത്തികേയൻ ടെൻഡർ വിളിക്കാതെ ഇതിന്റെ സപ്ലൈ കരാർ ഇവർക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല. അത് കൺസൾട്ടൻസി കരാർ മാത്രമാണ്. കൺസൾട്ടൻസി കരാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് PSP പ്രോജക്റ്റ്, പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ പ്രോജക്റ്റിന്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ റിപ്പോർട്ട് അവർ സമർപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സപ്ലൈ കരാർ ടെൻഡർ വിളിക്കാതെ, വിനോദ് റായ് മീറ്റിംഗിൽ കുറിപ്പിൽ കൃത്യമായി എഴുതിയല്ലോ, ഗ്ലോബൽ ടെൻഡർ വിളിക്കണം. ഗ്ലോബൽ ടെൻഡർ വിളിക്കാതെ എങ്ങനെ സപ്ലൈ കരാർ ലാവലിംഗ് കമ്പനിക്ക് കൊടുത്തു? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഹൈഡൽ പ്രോജക്റ്റിൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നേര്യമംഗലത്ത് ചെലവാകുന്ന തുക 1 കോടിയുടെ താഴെ. പക്ഷേ ഈ പ്രോജക്റ്റിലൂടെ കടന്നു വരുമ്പോൾ 1 മെഗാവാട്ട് വൈദ്യുതിക്ക് ചെലവാകുന്നത് 3 കോടിയുടെ പുറത്ത്. ഇതെങ്ങനെ വർദ്ധിക്കുന്നു? മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മലബാർ ക്യാൻസർ സെന്ററിന് ഒരു കരാറ് ലാവലിംഗ് കമ്പനിക്ക് കൊടുത്താൽ പകരം അവർ 100 കോടി രൂപ മലബാർ ക്യാൻസർ സെന്ററിന് നൽകാം എന്നുള്ളതാണ് ഒരു കരാറിലെ വ്യവസ്ഥ. ഞാൻ ചോദിക്കുന്നു, നയാ പൈസ മലബാർ ക്യാൻസർ സെന്ററിന് കിട്ടിയോ? തീർച്ചയായും താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ അഡ്വക്കേറ്റ് P. ശശി, ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ നേരിടാതെ ഏതോ കാരണത്താൽ CBI വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. CBI കോടതി ഏതോ കാരണങ്ങൾ കൊണ്ട് ഇത് വിചാരണക്ക് പോലും അർഹമല്ല എന്ന് എഴുതി തള്ളിക്കളഞ്ഞു. പക്ഷേ അതാണ് പിണറായി വിജയനെതിരെ
ഇനി അങ്ങോട്ട് വിചാരണ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് എത്തുമായിരിക്കും കാര്യങ്ങളെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുന്നു എന്ന് നമ്മൾ കാണേണ്ടി വരികയില്ല. ഒരു അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ കുറ്റം വിചാരണ ചെയ്യപ്പെടില്ല. എന്താ CBI കോർട്ട് പറഞ്ഞത്? The prosecution had failed to establish dishonest and fraudulent intentions, abuse of official position and cheating against the accused. ഈ പ്രതികളിൽ ആരെങ്കിലും ഈ നിലയിൽ കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന യാതൊരു തെളിവും കോടതിയുടെ മുമ്പായി അവതരിപ്പിക്കാത്ത അന്വേഷണ ഏജൻസി, അതിനാവശ്യമായ തെളിവുകളുണ്ടെന്ന് പറയുന്ന ഇന്നത്തെ ഗവൺമെന്റ്, ഇവരല്ലേ കൈകെട്ടി ഉത്തരം പറയേണ്ടത്? യാതൊരു തെളിവും കോടതി മുമ്പായി അവതരിപ്പിക്കാതിരുന്നത് കൊണ്ടുപോയി. അതോടൊപ്പം എന്താ പറഞ്ഞേ? ഇതിനകത്ത് വല്ല കറപ്ഷൻ പറഞ്ഞോ? അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഓർ ബ്ലണ്ടർ ഇസ് നോട്ട് ഇൻഡിക്റ്റബിൾ അണ്ടർ അവർ പീനൽ സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഫോർ ദാറ്റ് റീസൺ ദാറ്റ് ഇസ് നോട്ട് ദ ഡൊമൈൻ ഓഫ് ദിസ് കോർട്ട് ടു പോണ്ടർ ഓവർ ദി findings. The prosecution has no case that any of the accused obtained any pecuniary advantage. ഇതിനകത്ത് പിണറായി വിജയൻ കുറ്റവിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം പോലും നിലനിൽക്കാത്ത വിധം ഏറ്റവും പ്രഗത്ഭമായ ഏജൻസി താങ്കൾക്ക് പറയാം. ഞാൻ പി ശശിയോട് ഒരൊറ്റ കാര്യം, CBI കോടതിയുടെ വിധിയാണ് CBI തന്നെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് 2.5 കൊല്ലമായിട്ട് പെൻഡിംഗ് ആയി നിൽക്കുന്നത്. ഞാൻ പി ശശിയോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു. CBI റിപ്പോർട്ട് ഒന്ന്, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒന്ന് നിങ്ങൾ വായിച്ചേ. CBIയുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ വ്യക്തിപരമായി അതിൽ അമിത താല്പര്യമെടുത്തു. മാത്രമല്ല മലബാർ ക്യാൻസർ സെന്റർ. ഹലോ ശ്രീ ശശി, താങ്കൾക്ക് അതിന് മറുപടി? CBIയുടെ അന്വേഷണ റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് CBI കോടതി പുറപ്പെടുവിച്ച ജഡ്ജ്മെന്റും വായിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിയമവുമായിട്ട് ഹലോ, ഞാൻ തിരിച്ചു വരാം ശ്രീ സിദ്ദിഖ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശശി, താങ്കളിലേക്ക് വരാം. ശ്രീ A. സജീവൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം VS അച്യുതാനന്ദന്റെ ഇടപെടലാണ്. VS അച്യുതാനന്ദൻ അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള VS അച്യുതാനന്ദൻ, R. ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ കയറ്റിയിട്ടുള്ള VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ ഇത്രയും കാലം സ്വീകരിച്ച നടപടിയാണ്. അദ്ദേഹം ഇന്നൊന്നും പറഞ്ഞിട്ടില്ല, വസ്തുതയാണ്, ശരി തന്നെ. പക്ഷേ ഇനി അങ്ങോട്ട് അദ്ദേഹം ഒന്നും പറയാതിരിക്കും എന്ന് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഒരുപക്ഷെ എല്ലാവരും വിശ്വസിക്കുന്നുമുണ്ടാവുകയില്ല. ഏത് നിലക്കായിരിക്കും VS അച്യുതാനന്ദൻ ഇതിനകത്ത് ഇടപെടുക? ഏത് നിലക്ക് രാഷ്ട്രീയത്തെ അത് മാറ്റും? UDFന്റെ ലക്ഷ്യം തന്നെ ഈ വിഷയത്തിൽ VS അച്യുതാനന്ദന്റെ അഭിപ്രായം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ലാവ്ലിൻ വിഷയത്തിൽ UDF ഒന്നും ആയിരുന്നില്ല പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത്, VS അച്യുതാനന്ദനായിരുന്നു. ലാവ്ലിൻ പ്രശ്നം ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ പരമാവധി ബോധപൂർവം ശ്രമിച്ചയാളാണ് VS അച്യുതാനന്ദൻ. അതിനർത്ഥം ഇവർ രണ്ടുപേരും തമ്മിൽ, അതിൽ പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ കുറേ കാലമായി നിൽക്കുന്ന രാഷ്ട്രീയ ശത്രുത, വ്യക്തിപരമായ ശത്രുത, അതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു ലാവ്ലിൻ പ്രശ്നം. അത് UDF ഭരിക്കുന്ന കാലത്ത് വിജിലൻസ്, അപ്പം നേരത്തെ ഇപ്പം സിദ്ദിഖൊക്കെ പറഞ്ഞു CBIയുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ UDFന്റെ കാലത്ത് വിജിലൻസിന്റെ റിപ്പോർട്ട്, അത് ഇക്കാര്യം ഇതിൽ പിണറായി വിജയനെ കുറ്റവാളിയാക്കുന്നതല്ല. അതിന് ശേഷമാണല്ലോ CBI കൊടുക്കുന്നത്. CBI പോലും പേഴ്സണലായിട്ട് പിണറായി വിജയൻ കാശുണ്ടാക്കിയെന്ന് പറയുന്നില്ല. പിന്നീട് CBI കോടതിയുടെ ഈ വിധി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും പക്ഷെ അപ്പോഴൊക്കെ ഓരോ ഘട്ടത്തിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും VS അച്യുതാനന്ദൻ പിണറായി വിജയന്റെ രക്തത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുറച്ചു കാലമായിട്ട് പിണറായി വിജയനും VS അച്യുതാനന്ദനും ഏതാണ്ട് ഒരേ തുവൽ പക്ഷികളെ പോലെയാണ് പോകുന്നത്. ഇത് UDF സിദ്ദിഖിന്റെ പാർട്ടിക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ കുറേ ആരോപണങ്ങൾ, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ധാരാളമായിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്ന് തന്നെ അറിയാം, ഇന്ന് സോളാർ പ്രശ്നത്തിൽ മുൻ ജയിൽ DGP പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ബാലൻസ് ചെയ്യാൻ ഒരു പ്രശ്നം വേണം. ഇപ്പോൾ മുന്നണിയെ LDFനെ നയിക്കാൻ പോകുന്ന പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒന്ന് വേണം. അതിന് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇനി VS ഇടപെടേണ്ടി വരും. VS വല്ലതും പറയുമെന്നുള്ള പ്രത്യാശ UDF നേതാക്കന്മാർക്കുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ്
ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞ് ഞങ്ങൾ ചർച്ചയെ ആക്കുന്നില്ല. അതും രാഷ്ട്രീയമാണ്. UDFന്റെ രാഷ്ട്രീയത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുമ്പോൾ എല്ലാ ആളുകളും ഇപ്പം ഇവിടെ സിദ്ദീഖ് കുഞ്ഞെ പോലുള്ള ആളുകൾ ചർച്ചയ്ക്ക് ഈ വെച്ചിട്ടുള്ള പ്രശ്നം അവർ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ ഉന്നയിക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ മുന്നണിയെ നയിക്കുന്ന നേതാവ് തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആളാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നാൽ ഈ ബാധിക്കപ്പെടും പ്രകാരമാണ് അതാണ് സത്യമെങ്കിൽ സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയ വലിയ അഴിമതി കഥയാണ് സ്വാഭാവികമായിട്ടും SNC ലാവ്ലിൻ കേസ്. പിണറായി വിജയൻ അത്ര വലിയ അഴിമതി നടത്തിപ്പിന് കാരണക്കാരനായ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടും. അത് മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന് താങ്കൾ കണക്കാക്കുന്നുണ്ടോ? അല്ല, ഞാനൊരു കോടതിയുടെ വിധിയെക്കുറിച്ച് മുൻകൂർ കാണാൻ ശേഷിയുള്ള ആളൊന്നുമല്ല. വിചാരണ ചെയ്യണം എന്ന് മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് കോടതി പോകണം എന്നേ പറഞ്ഞുള്ളൂ. ശ്രീ ശശി പറഞ്ഞതിനോട് വിയോജിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അതിൻ്റെ മെറിറ്റിലേക്ക് പോയാൽ ഈ വിധി തള്ളപ്പെടാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ നിയമത്തിൽ ക്രിമിനൽ റിവിഷൻ ഹർജിക്ക് ഒരു ചാൻസ് ഉള്ളത്. 227 അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു അഴിമതി കേസ് തള്ളിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചാർജ് തള്ളിയിട്ടില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CAGയും CBIയും CAG പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥാപനം കൊടുത്തൊരു സാധനം അങ്ങനെ തന്നെ അതിൽ യാതൊന്നുമില്ല എന്ന് തള്ള. നേരത്തെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരും ഉണ്ട്. 2006 വിജിലൻസ് കോടതിയിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നല്ല, 5 ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാണ് എന്ന് തന്നെയാണ് കണ്ടത്. പിണറായി വിജയൻ കുറ്റക്കാരനാണെന്ന് കണ്ടില്ല. അന്ന് CPM മിണ്ടിയില്ല. അന്നും 5 ഉദ്യോഗസ്ഥന്മാർ വേണമെങ്കിൽ പെട്ടോട്ടെ എന്നായിരുന്നു. പിന്നെ ഇതിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് CPM വാദിക്കുന്നതെങ്കിൽ അവിടെ CPM ഡിഫെൻസീവിലാവും. പിണറായി വിജയൻ ഉണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് എന്നതാണ് എൻ്റെ നിലപാട്. കാരണം അത് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ചില പഠനങ്ങൾ നടത്തിയിട്ടുള്ളൂ. കോടതിക്ക് അന്തിമമായി തീരുമാനിക്കുകയാണ്. സമയക്കുറവുണ്ട്. ശ്രീ ടി സിദ്ദിഖ്, താങ്കൾക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ നടത്തിയ ഒരു പരാമർശത്തിൽ ശ്രീ രാംകുമാർ വക്കീലിന് വേദനയുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് പറയാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് നന്ദകുമാറിന്റെ നടത്തിയത് രാംകുമാർ വക്കീലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്നത്തെ രാംകുമാർ വക്കീലിന്റെ സമീപനമല്ല ഇന്ന് ഒരു ചർച്ചകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് രാംകുമാർ വക്കീൽ എന്നെയാണ് നടത്തിയത്. ഇന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സമീപനത്തിൽ വ്യത്യാസം പ്രകടമായി രാഷ്ട്രീയപരമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൽ വിചാരണ നടക്കണം എന്നുള്ളതാണ്. ശ്രീ പിണറായി വിജയൻ ഈ കേസിൽ വിചാരണയ്ക്ക് വിധേയനായിട്ടില്ല. ഇദ്ദേഹം നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മാർഗങ്ങളിലൂടെ ഇദ്ദേഹം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. കേരളത്തിന്റെ സ്റ്റേറ്റ് എക്സ്ചക്കറിന്റെ നഷ്ടമാണ്. അതുകൊണ്ട് വിചാരണ ചെയ്യപ്പെടട്ടെ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സർഗാത്മകമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ രാഷ്ട്രീയം ഇവിടെ നിഷേധിക്കുകയാണ് CPIM ചെയ്യുന്നത്. അത് അവരുടെ ഉൾഭയം കൊണ്ടാണ്, തർക്കമില്ല എന്നുകൂടെ ഇവിടെ പറയുന്നു. വളരെ വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ A സജീവൻ, അഡ്വക്കേറ്റ് P ശശി, അഡ്വക്കേറ്റ് രാംകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. CPM നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുകയില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ വിഷയത്തിലെ ചർച്ച രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ളതാണ്. അതിനകത്ത് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന അഭിപ്രായം അവർ അറിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് മറ്റ് അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.